എന്ത് സമൂഹത്തിൽ നടന്നാലും അതിൻ്റെ ഒരു കാരണം കണ്ടുപിടിച്ച് ആ കാരണത്തെ പഴിചാരുക എന്നുള്ളത് ഒരു സ്വഭാവമാണ്. അത് കുറ്റമൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ യാദൃശ്ചികമായോ ഇനി അല്ല മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ അടുത്ത കാലത്തായി നടന്ന പലതും സിനിമയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് മാത്രം എനിക്ക് 2 വാക്ക് പറയണമെന്നുണ്ട്. വയലൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് സിനിമ ഉള്ള കാലം മുതലേ വയലൻസ് ഉണ്ടായിരുന്നു. വയലൻസ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു ബേസിക് ക്വാളിറ്റിയാണ്. പക്ഷേ വയലൻസ് എപ്പോഴാണെന്നറിയാമോ നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്? നമ്മൾ ആ വയലൻസിൻ്റെ ഇമ്പാക്റ്റ് സ്വീകരിക്കുമ്പോഴാണ്. ഇപ്പോൾ ഞാൻ പറയാം, ഒരാളെ ഇടിക്കുന്ന ഒരു ലോങ് ഷോട്ടായാൽ നമ്മൾ ഫീൽ ചെയ്യില്ല. അതേസമയം ആ ലോങ് ഷോട്ടിന് പകരം വളരെ ക്ലോസിൽ ഈ ഫിസ്റ്റ് നമ്മുടെ മുഷ്ടി അയാളുടെ മുഖത്തോ ദേഹത്തോ ഇടിക്കുന്നതും പതിയുന്നതും അതിൻ്റെ അയാളുടെ ഫേഷ്യൽ റിയാക്ഷനൊക്കെ നമ്മളെ ബാധിക്കും. അത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഉള്ളിൽ എമോഷണൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. അത്തരം കാര്യങ്ങൾ ഒരു നമുക്ക് എപ്പോഴെങ്കിലും ദേഷ്യമാണല്ലോ അതിൻ്റെയൊക്കെ മൂല കാരണം. എന്തിനും ദേഷ്യം ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ വയലൻസിലേക്ക് പോകുന്നത്. ആ ദേഷ്യം വേറെ ജീവിതത്തിലുണ്ടാകുമ്പോഴും ഈ കണ്ട ഇമ്പാക്റ്റ് നമ്മളെ ബാധിക്കും. പ്രത്യേകിച്ച് ആ സമയത്ത് നമ്മൾക്ക് ഉത്തേജനം തരുന്ന എന്തെങ്കിലും വസ്തുക്കൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ ഇമ്പാക്റ്റ് ഇരട്ടിയാവും, പല ഇരട്ടിയാവും. ഇത് തീർച്ചയായിട്ടും ദോഷം ചെയ്യും. അപ്പം നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് ഒന്നുകിൽ ഈ പറയുന്ന പോലെ ഇത് സിനിമയാണെന്നും ഇത് കൂടുതൽ നമുക്ക് ഇതിനോട് അറ്റാച്ച്മെൻ്റ് ഇല്ല എന്നും ഒരു ദൃഢനിശ്ചയത്തോടെ കണ്ട ഒരു കുഴപ്പവും വരില്ല. മറിച്ച് അതിനെ പ്രചോദനം നൽകുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഈ ലഹരി എന്നുള്ള സാധനവും അവോയ്ഡ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഒരു വിധത്തിലും ദോഷമില്ലാതെ ബാധിക്കാൻ പറ്റും. മറിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യം, ഈ വയലൻസിന് ഏറ്റവും നല്ല വശമുണ്ട്. നമുക്ക് ആർക്കും ഇപ്പം അറിയില്ല, അല്പം കൂടെ കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിന് എമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയും. ഇപ്പോൾ ഈ വയലൻസിന് നമ്മൾ ഉപയോഗിക്കുന്ന എനർജിയെ, ഒരു ചീത്തയായ കാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന എനർജിയെ സൂക്ഷിച്ച് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പഠിച്ചാൽ ഓരോ വ്യക്തിക്കും അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും. ആ എനർജി നമ്മുടെ ബ്രെയിനിലെ പല ആക്ടിവിറ്റിക്ക് അത്യാവശ്യമാണ്. അതിനാണ് എമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അതിപ്പോൾ പതുക്കെ സയൻസ് അതിലേക്ക് പോയി കഴിഞ്ഞു. അപ്പോൾ എമോഷൻ നമുക്ക് ആവശ്യമാണ്, എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ആ എമോഷണലിൻ്റെ എനർജിയാണ് നമ്മളെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുന്നത്. നമ്മുടെ ബുദ്ധിയുടെ പ്രവർത്തനത്തിന് ആ എമോഷണൽ ഇൻ്റലിജൻസ് വളരെ അത്യാവശ്യമാണ്. അതിന് ആ എനർജി അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ലോകം ഉണ്ടായ കാലം മുതൽ വയലൻസും അതിൻ്റെ ഓപ്പോസിറ്റും കലർന്നു പോകുന്നത്. എനർജിയുടെ പ്രിൻസിപ്പിളേ നെഗറ്റീവും പോസിറ്റീവാണ്. ഇപ്പോൾ നെഗറ്റീവ് ഇല്ലാതെ പോസിറ്റീവ് ഉണ്ടാവില്ല, പോസിറ്റീവ് ഇല്ലാതെ നെഗറ്റീവ് വരും. ഇത് എനർജിയുടെ തത്വമാണ്. കാലക്രമേണ നമ്മൾ അതൊക്കെ മനസ്സിലാക്കി വരുമ്പോൾ ഇതിനെ നമ്മൾ മിസ്യൂസ് ചെയ്യില്ല. നിലവിൽ സിനിമയുടെ വയലൻസ് ഒരു പരിധിവരെ ഞാൻ പറഞ്ഞല്ലോ, നിലവിൽ വയലൻസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ബാസ്ക്കറ്റാണ്. അതിൽ ഞാൻ പറഞ്ഞു, അതിന് നമ്മളെ ബാധിക്കുന്നത് ഏറ്റവും പ്രധാനം ഈ നമ്മളുടെ ആ മെൻ്റൽ ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ മെൻ്റൽ ഇമ്പാക്റ്റാണ് നമ്മളെ ബാധിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറയാം, ഒരു ആൾക്കൂട്ടം, രാഷ്ട്രീയക്കാരുടെ ആൾക്കൂട്ടം, അവരുടെ നേതാവ് പോയി അടിയടാ എന്ന് പറഞ്ഞാൽ എന്താണ് കാരണം എന്ന് ആരും ചോദിക്കില്ല, പോയി അടിക്കും. എന്താ കാരണം? അത് തന്നെയാണ് സിനിമ. അതേസമയം ഞാൻ എന്തിനു അടിക്കണം എന്ന് തിരിച്ച് ചോദിക്കാൻ കഴിവുള്ളവൻ നാളെ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി സമൂഹത്തിലേക്ക് വരും. ഹി വിൽ ബി എ ലീഡർ ലേറ്റർ, ഏതെങ്കിലും ഫീൽഡിൽ. അപ്പം ആ ചോദിക്കാനുള്ള ചോദ്യത്തിൻ്റെ ഒരു ത്രാണി അയാളിലുണ്ടാവണം. ഞാൻ എന്തിനു വയലൻ്റ് ആവണം? അങ്ങനെ ചോദിച്ചാൽ ആ വയലൻ്റ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന എനർജി ഏറ്റവും വലിയ കാര്യങ്ങൾക്ക്, ലോകത്തിലെ ഏറ്റവും കോസ്റ്റ്ലി എനർജിയാണ് വയലൻസിൻ്റെ എനർജി. നമ്മളതിൻ്റെ സൂക്ഷ്മതയിലേക്ക് കടക്കാത്തതുകൊണ്ട് തോന്നുന്നത്